ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മുടെ SSCയുടെ സെലക്ഷൻ പോസ്റ്റ് ഫേസ് 12 എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നിട്ടുണ്ട്. പല ആളും കൺഫ്യൂഷൻ ആയിരിക്കും എന്താണ് സെലക്ഷൻ പോസ്റ്റ് എന്നുള്ളത്. സാധാരണഗതിയിൽ 3 ലെവലിലായിട്ടാണ് നമ്മുടെ SSC എക്സാം കണ്ടക്ട് ചെയ്യാറുള്ളത്. ഒന്ന് ഡിഗ്രി ലെവൽ, ഒന്ന് +2 ലെവൽ, ഒന്ന് 10ാം ക്ലാസ് ലെവൽ. അതിൽ ഡിഗ്രി ലെവലാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ, പിന്നെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ, പിന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് എഴുതാൻ പറ്റിയ പരീക്ഷ. ഇതിലൊന്നും പെടാത്ത ചില പോസ്റ്റുകളുണ്ട്, ചില അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ വേണ്ട ചില പോസ്റ്റുകളും, ചില ഡിപ്പാർട്ട്മെന്റിൽ 1-2 വേക്കൻസികൾ, അങ്ങനെ കുറച്ച് പോസ്റ്റുകളുണ്ട്. അതൊക്കെ SSC നികത്തുന്നത് ഈ SSCയുടെ സെലക്ഷൻ പോസ്റ്റ് ഫേസ് എക്സാംസ് വഴിയാണ്. അപ്പോൾ അതിന്റെ ഫേസ് 12 എക്സാം ആണ് ഇന്നലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. സാധാരണ അവരുടെ കലണ്ടറിൽ ഉണ്ടായിരുന്നത് ഫെബ്രുവരി 1-ാം തീയതി ആയിരുന്നു. പക്ഷേ ഈ വെബ്സൈറ്റിന്റെ അപ്ഡേഷൻ കൊണ്ടാണെന്ന് തോന്നുന്നു അത് ഫെബ്രുവരി 1-ാം തീയതി അല്ല, എനിക്കൊന്ന് 15-ാം തീയതി. എന്തായാലും അത് ആ ഡേറ്റിന് വന്നില്ല. ഇന്നലെയാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് SSCയുടെ പുതിയ വെബ്സൈറ്റ്. എല്ലാ കാര്യങ്ങളും ഇതിലാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ. പഴയ വെബ്സൈറ്റ് ആരും നോക്കി നിൽക്കണ്ട. ഇനി മുതൽ എല്ലാ അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം പുതിയ വെബ്സൈറ്റ് വഴിയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലൂടെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും പുതിയ നോട്ടീസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ സൈഡിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നോട്ടീസ് ഫോർ ഫേസ് 12 എക്സാമിനേഷൻ എന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തായാലും എല്ലാം പറയുന്നില്ല. ഈ നോട്ടിഫിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഇതിന് കുറച്ച് ഡേറ്റുകളുണ്ട്. ഒന്നാമത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 26-ാം തീയതി ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 18-ാം തീയതി മാർച്ച് 18 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഓൺലൈൻ പേയ്മെന്റ് നടത്താനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞാൽ 19, അതായത് നിങ്ങൾ 18-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ പേയ്മെന്റ് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ 19-ാം തീയതി പേയ്മെന്റ് ചെയ്യാം. സാധാരണഗതിയിൽ ഓഫ്ലൈൻ പേയ്മെന്റ് ഒക്കെ SSC ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഓഫ്ലൈൻ പേയ്മെന്റ് SSCയിൽ ഇല്ല, ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ. ചലാൻ വഴിയുള്ള പേയ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. 19-ാം തീയതി ഉള്ളിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓൺലൈൻ പേയ്മെന്റ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം. പിന്നെ മെയിനായിട്ട് എക്സാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് കഴിഞ്ഞ് 2 ദിവസം കറക്ഷന് വേണ്ടി കൊടുക്കാറുണ്ട്. അതാണ് ഇവിടെ കിടക്കുന്നത്. 22 മുതൽ 24 വരെ എക്സ്ട്രാ അഡീഷണൽ പേയ്മെന്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും കറക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡേറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ. എക്സാമിന്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 6 to 8 മെയ് ആണ്. എക്സാം മെയ് 6 മുതൽ 8 വരെയാണ് പരീക്ഷ. അപ്പോൾ ഞാൻ പറഞ്ഞു 3 ലെവലായിട്ടാണ് പരീക്ഷ. ഒന്ന് 10ാം ക്ലാസ് ലെവൽ, ഒന്ന് ഡിഗ്രി ലെവൽ. ആദ്യം പറഞ്ഞിട്ടില്ല തോന്നുന്നില്ല. ഇവിടെ നമുക്ക് സെലക്ഷൻ പോസ്റ്റ് ഫേസ് 12 എക്സാമിനാണെങ്കിലും 3 പരീക്ഷയായിട്ട് നടക്കും. അതായത് 10ാം ക്ലാസ് ലെവൽ പോസ്റ്റുകൾക്ക് ഒരു പരീക്ഷ ഉണ്ടാവും, +2 ലെവൽ പോസ്റ്റുകൾക്ക് ഒരു പരീക്ഷ, ഡിഗ്രി ലെവൽ പോസ്റ്റുകൾക്ക് ഒരു പരീക്ഷ. അങ്ങനെ ഈ 6, 7, 8 3 ദിവസങ്ങളിലായിട്ടായിരിക്കും ഈ പരീക്ഷകൾ നടക്കുക കേട്ടോ. പിന്നെ ഒരു ടോൾ ഫ്രീ നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി എന്നാണ് SSC പറയുന്നത്. എത്രത്തോളം വർക്ക് ചെയ്യുന്ന നമുക്കറിയില്ല. എന്തായാലും എന്ത് ചെയ്യാം, ആവശ്യമുള്ളവർ വിളിച്ചു നോക്കുക കേട്ടോ. പിന്നെ മെയിനായിട്ട് ഇതിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇത് നോക്കാം. ഈ 2ാമത്തെ പേജ് 2-ൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ പോസ്റ്റുകളാണ്, ഏതൊക്കെ റീജിയണിൽ ഏതൊക്കെ പോസ്റ്റുകളാണ്, അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിങ്ക് ഇപ്പൊ നോട്ടിഫിക്കേഷനിൽ 2ാമത്തെ പേജിൽ ഈ ഒരു ലിങ്ക് വഴി കയറിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അത് ഒരുപാട് റീജിയൻ ഉണ്ട്, 6-7 റീജിയൺ ഉണ്ട് SSCക്ക്. അതിൽ ഏത് റീജിയണിലാണ് ഏത് പോസ്റ്റ് ആണെന്നൊക്കെ ഉള്ളത് ഈ ഒരു ലിങ്ക് വഴി കയറിയാൽ നിങ്ങൾക്ക് ഇതിൽ അടിച്ചു കൊടുത്താൽ ഓരോ പോസ്റ്റിന്റെയും ക്വാളിഫിക്കേഷൻ, ഞാൻ പറഞ്ഞല്ലോ ചിലത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ പുറമെ അഡീഷണൽ ചില ക്വാളിഫിക്കേഷൻ വേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ പോസ്റ്റുകളൊക്കെ അപ്പൊ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. CGL എക്സാമും അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സാമുകൾ പോലെ ഒറ്റ ഡിഗ്രി മാത്രം മതി അങ്ങനെയല്ല. ചില പോസ്റ്റുകൾ അങ്ങനെ മതി, ഡിഗ്രി മാത്രം മതിയാവും. പക്ഷെ എല്ലാ പോസ്റ്റുകളും അങ്ങനെയല്ല, ചിലതിന് അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഇതുവഴി കയറിയിട്ട് ഇപ്പൊ കേരള കർണാടക റീജിയൻ ആണ് നമ്മുടെ റീജിയൻ, KKR റീജിയൻ കേട്ടോ. അപ്പൊ അതിൽ കയറിയിട്ട് നമുക്ക് പറ്റിയ പോസ്റ്റുകളൊക്കെ ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി പുറത്തൊക്കെ പോയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, ആ റീജിയൻ എടുത്ത് നോക്കുക. ഇതാണ് മെയിനായിട്ടുള്ള ആ ഒരു ലിങ്ക്. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ റിസർവേഷൻ എന്തെങ്കിലുമൊക്കെ ഉള്ള OBC SC ST അങ്ങനെ റിസർവേഷൻ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. ഇനി പരീക്ഷ വെറുതെ റിസ്ക് എടുക്കണം. സാധാരണ ഇതിൽ നോട്ടിഫിക്കേഷൻ പറയാറുണ്ട്, ആ നോട്ടിഫിക്കേഷൻ ഡേറ്റിലുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഓൺലൈൻ അല്ലേ. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ദിവസം കൊണ്ട് തന്നെ ഒന്ന് എടുത്ത് വെക്കുക. അത് റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ബുദ്ധിമുട്ടാക്കാൻ അതൊക്കെ മതിയാവും. പിന്നെ ഇതിലേത് മെയിനായിട്ട് ഏജ് ലിമിറ്റ് എല്ലാ പോസ്റ്റിനും സെയിം ഏജ് ലിമിറ്റ് അല്ല, ഡിഫറെന്റ് ഏജ് ലിമിറ്റ് ആണ് കേട്ടോ. ഓരോന്നുണ്ട്. ഒന്ന് 18 to 25 വരെ ഏജ് ലിമിറ്റുള്ള പോസ്റ്റുകളുണ്ട്, 18 to 27 വരെയുള്ള പോസ്റ്റുകളുണ്ട്, 18 to 28, 18 to 30. അപ്പൊ നിങ്ങൾ ആ പോസ്റ്റ് എടുക്കുക, ആ പോസ്റ്റിന്റെ ഏജ് ലിമിറ്റ്, ഏജ് ക്രൈറ്റീരിയ എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് സൈഡിലുള്ള ഡേറ്റ് നോക്കുക. നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് അറിയണമെങ്കിൽ ഇത് നോക്കുക. ഉദാഹരണത്തിന് 18 to 28 വരെയുള്ള പോസ്റ്റാണ് നിങ്ങൾ സെലക്ട് ചെയ്തെങ്കിൽ ഈ സൈഡിൽ നോക്കുക. 2196, 11/2006 ഈ 2 ഡേറ്റിന്റെ ഉള്ളിലാണ് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. അതല്ല അതിന്റെ പുറത്താണെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കുക. ഇനി ഏത് പോസ്റ്റ് ആണെങ്കിലും അതങ്ങനെ നോക്കുക. ഇനി 18 to 37 ആണെങ്കിൽ അങ്ങനെ, 18 to 35 ആണെങ്കിൽ അങ്ങനെ. ഓരോ പോസ്റ്റ് എടുത്തിട്ട് ആ പോസ്റ്റ് എന്ത് ചെയ്യാം, ആ സൈഡിൽ കാണുന്ന ഡേറ്റിന്റെ ഉള്ളിലാണ് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ OBC SC ST ഒക്കെ ആണെങ്കിൽ
ഇപ്പൊ നോക്കുകയാണെങ്കിൽ SC ST ആണെങ്കിൽ ഒരു 5 വർഷം കൂടുതൽ കിട്ടും കേട്ടോ. അപ്പൊ നേരത്തെ പറഞ്ഞ ഡേറ്റിന്റെ ഒരു 5 വർഷം കൂട്ടുക, അതായിരിക്കും SC STന്റെ ഒരു 3 വർഷം കൂട്ടിയാൽ OBCയിലും കിട്ടും. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്താ, പിന്നെ എക്സാം ഫീസ് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാത്തിനും ഇപ്പൊ CGL നമുക്കറിയാം എല്ലാ എക്സാമിനും കൂടെ ഒറ്റ അപ്ലൈ ചെയ്താൽ മതി, ഒരു 100 രൂപ കൊടുത്താൽ മതി. ഇവിടെ അങ്ങനെയല്ല, നിങ്ങൾ ഏതൊക്കെ പോസ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ടോ ആ ഓരോ പോസ്റ്റിനും നിങ്ങൾ 100 രൂപ കൊടുത്തിട്ട് ഓരോ എക്സാമിനും സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഫീമെയിൽസിനാണെങ്കിൽ കുഴപ്പമില്ല, ഫീസും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, 100 രൂപയുടെ ഫീസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ പോസ്റ്റും എന്ത് ചെയ്യണം, സെപ്പറേറ്റ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ ചറവറ അപ്ലൈ ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ട പോസ്റ്റ് മാത്രം സെലക്ട് ചെയ്തിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാം. ഓക്കെ. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നിങ്ങൾ ഡിഫറെന്റ് പോസ്റ്റിന് അപ്ലൈ ചെയ്താലും എക്സാം ഒന്നേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഡിഗ്രി ലെവൽ എല്ലാ പോസ്റ്റിനും ഒറ്റ പരീക്ഷ ഉണ്ടാവുള്ളൂ, +2 ലെവൽ ഒറ്റ പരീക്ഷ, 10th ലെവൽ ഒരു പരീക്ഷ. അപ്പോൾ അതുകൊണ്ട് വേറെ പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല, എല്ലാ പോസ്റ്റിനും ഒരു പരീക്ഷയാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ ഫീസ് നമ്മൾ പറഞ്ഞു. എക്സാം സ്കീം ഉണ്ട്, ഇതൊരു റീജിയൻ ആണ്. എക്സാം സ്കീം ബാക്കി CGLന്റെയും CHLന്റെയും പോലെ Tier 1 Tier 2 അങ്ങനെയൊന്നുമില്ല, ഒറ്റ പരീക്ഷയുള്ളൂ കേട്ടോ. എല്ലാത്തിനും ഒറ്റ സ്കീമാണ്. ഡിഗ്രി ലെവൽ ആണെങ്കിലും ഈ സ്കീമാണ്, +2 ആണെങ്കിലും ഈ സ്കീമാണ്, 10th ലെവൽ ആണെങ്കിലും ഈ സ്കീമാണ്. അതായത് 4 ടോപ്പിക്: ജനറൽ നോളജ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇതിലെല്ലാം 25 ക്വസ്റ്റ്യൻ, അതായത് ടോട്ടൽ 100 ക്വസ്റ്റ്യൻ, 200 മാർക്ക് കേട്ടോ. ഓരോന്നും 2 മാർക്ക് വെച്ചിട്ട് അങ്ങനെയാണ് പരീക്ഷ ഉണ്ടാവുക. അതായത് സ്കീം എല്ലാം സെയിം ആണ്, ഡിഫറെന്റ് പോസ്റ്റുകളൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞു ഒറ്റ പരീക്ഷ ഡിഗ്രി ലെവലിൽ ഉണ്ടാവുള്ളൂ, +2 ലെവലിനും പിന്നെ 10th ലെവലിനൊക്കെ ഒറ്റ പരീക്ഷ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റിന് 0.5 മാർക്ക്. അപ്പൊ ഇതാണ് ഇതിന്റെ സ്കീം. ഇതിന് ബാക്കിയുള്ള പോലെ Tier 1 Tier 2 അങ്ങനെയൊന്നുമില്ല. പിന്നെ ഉണ്ടാവുക ഞാൻ പറഞ്ഞു ചില പോസ്റ്റിന് ചില സ്കിൽ ടെസ്റ്റ്, ചില ഡാറ്റ എൻട്രി സ്കിൽ ടെസ്റ്റ്, അതായത് ടൈപ്പിംഗ് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് സെപ്പറേറ്റ് ചെയ്ത് പരീക്ഷ കഴിഞ്ഞാൽ ആ പോസ്റ്റിന് എന്തെങ്കിലും സെപ്പറേറ്റ് ആ ഒരു എക്സാം കൂടെ ഉണ്ടാവും. ബാക്കിയുള്ളതിനൊക്കെ എന്താ, ഡയറക്റ്റ് ഈ ഒരു പരീക്ഷയുടെ മാർക്ക് മാത്രം വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ പോസ്റ്റ് വരുന്നത് കേട്ടോ. പിന്നെ ആരും ചെറുതാക്കി കാണാതിരിക്കുക, ലെവൽ 1 മുതൽ ലെവൽ 7 വരെയുള്ള പോസ്റ്റുകളെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ലെവൽ 7 എന്നൊക്കെ പറഞ്ഞാൽ CGL മാക്സിമം റിക്രൂട്ട് ചെയ്യുന്ന ഈ എന്താ പറയുക ഇൻകം ടാക്സ്, GST ഒക്കെ പോലത്തെ പോസ്റ്റുകളെല്ലാം ലെവൽ 7 ആണ്. അതായത് തുടക്കത്തിലാണ് നിങ്ങളുടെ കയ്യിൽ 60,000-70,000 രൂപ ശമ്പളം കിട്ടുന്ന പോസ്റ്റുകളൊക്കെ ഉണ്ട്, ഇതിന്റെ ഇടയിൽ കൂടെ ഉണ്ട്. അപ്പൊ ഇത് വേറെ എന്താ ചെറിയ പരീക്ഷ എന്ന് വിചാരിച്ച് മാറ്റി വെക്കരുത്. എല്ലാ പോസ്റ്റുകളും കേട്ടോ, നിങ്ങൾക്ക് നല്ല സാലറി കിട്ടുന്ന പോസ്റ്റുകൾ ഇതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് പറ്റാവുന്ന നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള പോസ്റ്റുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അത് കൊടുക്കുക കേട്ടോ. പിന്നെ കൂടുതൽ വേക്കൻസി പ്രതീക്ഷിക്കരുത്. ഓരോ പോസ്റ്റിനും ചിലപ്പോൾ 1-2 വേക്കൻസി, ചിലതിനൊക്കെ മാക്സിമം 10 വേക്കൻസി, 15 വേക്കൻസി അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് CGL പോലെ 10,000-20,000 ഒറ്റയടിക്ക് വേക്കൻസി ഒന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ ഇതിന്റെ പോസ്റ്റുകളെ കുറിച്ചും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിലെ 103ാമത്തെ പേജ് നിങ്ങൾ എടുത്ത് പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫോട്ടോസ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ത് ചെയ്യുക, ഇപ്പൊ ഫോട്ടോയിൽ വേറെ എന്തൊക്കെയോ പ്രശ്നമൊക്കെ പറയുന്നത്, അതുകൊണ്ട് ഞാനിത് പറയുന്നില്ല. എന്തായാലും ഫോട്ടോസ് അങ്ങനെ കൊടുക്കാനുള്ള പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ബ്ലറൊന്നുമില്ല, നല്ല ഫോട്ടോസ് തന്നെ കൊടുക്കാം കേട്ടോ. പിന്നെ മെയിൻ ആയിട്ട് ഇതിന്റെ പോസ്റ്റുകളെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഇതിന്റെ പോസ്റ്റുകളെ കുറിച്ച് പറയുന്നത് 103ാമത്തെ പേജ് മുതൽ അങ്ങോട്ട് ഇതിന്റെ പോസ്റ്റുകളാണ്. അപ്പൊ ഡിഫറെന്റ് പോസ്റ്റുകൾ ഇപ്പൊ നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റത്തെ കണ്ടോ, നോർത്ത് വെസ്റ്റേൺ റീജിയൻ ലൈബ്രറി അറ്റൻഡ് ആണ്. വേക്കൻസി കണ്ടോ, 2 വേക്കൻസി ഉള്ളൂ. ആ 2 വേക്കൻസി എവിടെയാണ്, UR വേക്കൻസിയാണ്. അപ്പൊ അങ്ങനെ ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് കുറച്ച് വേക്കൻസി കൂടിയിട്ട് ടോട്ടൽ 2049 വേക്കൻസിയാണ് ഉള്ളത്. ഇപ്പൊ നോക്കുക, അത് കണ്ടോ, ഫസ്റ്റത്തെ പോക്ക് എന്ന് പറഞ്ഞാൽ ലെവൽ 2 ആണ്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ നാലാമത് കാണുന്ന നഴ്സിംഗ് ഓഫീസർ ലെവൽ 7 പോസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ യോഗ്യത എന്താണെന്ന് എടുത്ത് നോക്കുക. ലെവൽ 7 പോസ്റ്റ് CGHS ചണ്ഡീഗഡിലാണ് വേക്കൻസി വരുന്നത്. ലെവൽ 7 എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് സാലറി 44,900 ആണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യരുത്, സിമ്പിൾ ആയിട്ട് ആരും കാണാതെ ഒരുപാട് വേക്കൻസികളുണ്ട്. പിന്നെ ഇത് നോർത്ത് വെസ്റ്റേൺ റീജിയൻ ആണ്. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളത് കേരള കർണാടക റീജിയൻ ആണ്. താഴോട്ട് പോയി നിങ്ങൾക്ക് മനസ്സിലാവും, ഈസ്റ്റേൺ റീജിയൻ, നോർത്തേൺ റീജിയൻ, വെസ്റ്റേൺ. ഈ KKR കാണുന്നത്, ഈ സൈഡിൽ KKR കാണുന്നതിൽ നമ്മുടെ കേരള കർണാടക റീജിയനിലുള്ള പോസ്റ്റുകളാണ്. പിന്നെ നിങ്ങൾ ഓരോ പോസ്റ്റിന് ഓരോ കോഡ് ഉണ്ട്, ഈ കാണുന്നതാണ് ഓരോ പോസ്റ്റിന്റെ കോഡ്. ആ കോഡ് കറക്റ്റ് വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനൊക്കെ. ഓക്കെ. ഓരോന്ന് എന്ത് ചെയ്യുക, ഈ ഒരു പേജ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുക, എത്ര വേക്കൻസി ഉണ്ട് നോക്കുക. എന്നിട്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ ലിങ്കിൽ കയറിയിട്ട് അതിന്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കുക, അങ്ങനെ മാത്രം അപ്ലൈ ചെയ്യുക. ഓക്കെ. ഇത്രയാണ് മെയിൻ ആയിട്ട് ഇതിൽ പറയാനുള്ളത്. പിന്നെ എങ്ങനെയാണ് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മളൊരു അഡീഷണൽ വീഡിയോ വേറെ ചെയ്യും. ഓക്കെ. അപ്പൊ ഈ ഒരു വീഡിയോ ആരും ഞാൻ പറഞ്ഞല്ലോ, വേറെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ CGL, CHL, MTS മാത്രം പറഞ്ഞു നിൽക്കാതിരിക്കുക. ഇത് വളരെ നല്ലൊരു ചാൻസ് ആണ്. വളരെ അധികം പേരും അങ്ങനെ അപ്ലൈ ചെയ്യില്ല, പക്ഷേ വേക്കൻസി 2049 വേക്കൻസി ഉണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് കാണാതെ എന്ത് ചെയ്യുക, സീരിയസ് ആയിട്ട് എടുക്കുക. ആവശ്യമുള്ളത് പിന്നെ എല്ലാം കൂടെ കയറി ചിലവർ അപ്ലൈ ചെയ്ത് അങ്ങനെ പൈസ കളയാനും നിൽക്കണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഉള്ള പിന്നെ വേക്കൻസി കൂടുതലുള്ള പോസ്റ്റുകൾ മാത്രം അപ്ലൈ ചെയ്യുക. ഇനിയിപ്പോൾ CGL, CHL ഒക്കെ നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിന് മുമ്പ് ഒരു എക്സ്പീരിയൻസും കൂടി ആവും, എക്സാം എഴുതിയാണ്ട് എക്സ്പീരിയൻസും കൂടി ആവും. അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
താങ്ക് യു. പിന്നെ വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരുപാട് പേർക്ക് ഇത് അറിയാത്തതുണ്ട്. SSC പറ്റി തന്നെ പലർക്കും അറിയില്ല. അപ്പൊ അങ്ങനെ ചെയ്യാ, ഇപ്പൊ CGL പറ്റി അറിയുന്നവർക്ക് പലർക്കും ഈ സെലക്ഷൻ പോസ്റ്റ് എന്താണെന്ന് പോലും അറിയില്ല. അപ്പൊ അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ക്വാളിഫിക്കേഷൻ ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാവർക്കും ബൈ.